റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്നലെ രാത്രി റഷ്യ നടത്തിയ ഒരു മിസൈൽ സ്ട്രൈക്ക് ഒഡീസ പോർട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. ഏതാണ്ട് 80-ലധികം കണ്ടെയ്നേഴ്സ്, അതും നാറ്റോയിൽ നിന്നും വെപ്പൺസ് വന്ന കണ്ടെയ്നേഴ്സ് ആണെന്ന് പറയപ്പെടുന്നു. ഇവ മുഴുവനും റഷ്യയുടെ മിസൈൽ സ്ട്രൈക്കിൽ ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടതായും പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്കയുടെ പ്രഖ്യാപനം എത്തി, എത്രയും പെട്ടെന്ന് ഞങ്ങൾ പാട്രിയോട്ട് ഉക്രൈൻ നൽകാൻ പോകുന്നു എന്ന്. അതേസമയം യൂറോപ്പിലുള്ള മറ്റു രാജ്യങ്ങളെല്ലാം പറഞ്ഞത് ഞങ്ങൾ ഉക്രൈൻ ആവശ്യമായ ആയുധങ്ങളെല്ലാം നൽകാൻ പോകുന്നു എന്ന്. അങ്ങനെ പ്രഖ്യാപനങ്ങൾ വന്ന അടുത്ത ചില ദിവസത്തിൽ തന്നെ ഇത്ര വലിയൊരു മാസീവ് സ്ട്രൈക്ക്, അതും ഇത്രയേറെ കണ്ടെയ്നേഴ്സ് നശിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പുറകിൽ പല സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം നമുക്കറിയാം. കൂടാതെ ഇതിന് റഷ്യ ഫോളോ ചെയ്ത ഒരു സ്ട്രാറ്റജി, ഏകദേശം 3800 കിലോമീറ്റർ കഴിഞ്ഞു വന്ന് ഈ ഒരു സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യയുടെ ബെല്ല എയർബേസ് റഷ്യ ഉക്രൈൻ ആക്ച്വൽ ബോർഡറിൽ നിന്നും 3900 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലം. ഈ ഇർകുട്സ്ക് പ്രവിശ്യയിലുള്ള ഈ ഒരു സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം അവിടെ പല സമയങ്ങളിൽ സംഭവിച്ചാലും റഷ്യയുടെ തന്ത്രപരമായ ബോംബർ ഫ്ലീറ്റ് ഹൗസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട എയർബേസ് ആണത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബോംബേഴ്സിന്റെ പ്രവർത്തനം അമേരിക്കയുടെ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ ഡിഫൻസ് സാറ്റലൈറ്റ്സ് എല്ലാം എല്ലാ സമയങ്ങളിലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ അവർക്ക് ഇൻപുട്ടും ലഭിക്കും. ഈ ബോംബർ ഇവിടെ നിന്നും തിരിക്കുകയാണ്, അതും ഫോർവേഡ് ബേസിൽ. ഏഞ്ചൽസ് എയർബേസിൽ നിന്നാണ് ഒരു ബോംബർ തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ കൺഫേം തന്നെ ചെയ്യും അവിടെ എന്തോ ഒരു സ്ട്രൈക്ക് സംഭവിക്കാൻ പോകുന്നുവെന്ന്. എന്നാൽ ഇങ്ങനെ വളരെ ദൂരെയുള്ള എയർബേസിൽ നിന്നും വിമാനങ്ങൾ തിരിക്കുമ്പോൾ അതൊരു പക്ഷേ റൊട്ടീൻ മിഷൻസിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ റഷ്യ അവരുടെ സ്ട്രാറ്റജിക് ബോംബർ ഫ്ലീറ്റിനെ എവിടെയെങ്കിലും മാറ്റി സ്ഥാപിക്കുകയാണെന്നുള്ള വാർത്തകളായിരിക്കും പുറത്തു വരിക. ഇത്തവണയും അങ്ങനെ ഒരു വാർത്തയായിരുന്നു പുറത്തു വന്നത്. എന്നാൽ അത് റഷ്യയുടെ സ്ട്രാറ്റജി ആയിരുന്നു. ആരും അറിയാത്ത തരത്തിൽ ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയും റഷ്യ ഒരു സ്ട്രൈക്ക് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുമുണ്ട്. ജൂലൈ മാസം 18, 19 ഈ 18-ാം തീയതി 4 Tu-95 ബോംബേഴ്സ് ഏഞ്ചൽസ് എയർബേസിൽ നിന്നും തിരിക്കുന്നു. ഇങ്ങനെ തിരിച്ച് ഈ വിമാനങ്ങൾ കൃത്യം 1600 കിലോമീറ്റർ യാത്ര ചെയ്തതിനു ശേഷം ആകാശത്തിൽ വെച്ച് തന്നെ ഒരു വലിയ യു ടേൺ അടിച്ച് വീണ്ടും അതേ ബേസിൽ തിരികെ എത്തുന്നു. അപ്പോൾ ഫ്ലൈറ്റ് റഡാർ ഓപ്ഷൻസ് എല്ലാം ഓൺ ആയിരുന്നത് കൊണ്ട് ഒരുപാട് പേർ അതിനെ ട്രാക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞത് റഷ്യ ഏതോ ഒരു വലിയ കാര്യത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, എന്തോ ഒരു ദൗത്യം അവർ പരീക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സസൈസ് ആയിരിക്കാം അവർ ചെയ്തത്. ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി. എന്നാൽ ആ സമയം ആർക്കും അറിയില്ലായിരുന്നു ഇത് എക്സസൈസ് ഒന്നും അല്ല, ഇതിന് പുറകിൽ വലിയൊരു തന്ത്രം തന്നെ റഷ്യ ഫോളോ ചെയ്യുന്നുവെന്ന്. ജൂലൈ മാസം 19-ാം തീയതി രാത്രിയും ഇതുപോലൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത റഷ്യ മൊത്തം 8 Tu-95 ബോംബേഴ്സിനെ ഈ ബെല്ല എയർബേസിൽ നിന്നും കൊണ്ടുപോകുന്നു. ഈ 8-ൽ 4 ബോംബേഴ്സ് ഏഞ്ചൽസ് എയർബേസിന് നോക്കി പോകുന്നു. ബാക്കിയുള്ള 4 ബോംബേഴ്സ് കൃത്യം അതിനു മുൻപുള്ള ദിവസം എവിടെ നിന്നാണോ യു ടേൺ അടിച്ച് ഈ ബെല്ല എയർബേസിലേക്ക് വന്നത് അതുപോലുള്ള ഒരു പ്രവർത്തനത്തിന് മിഷന് തയ്യാറായി. ഇനി 4 ബോംബേഴ്സ് ഏഞ്ചൽസ് എയർബേസിലേക്ക് വന്നല്ലോ, അതാണ് ഈ ഒരു മിഷൻ അവർ പ്രത്യേകമായി ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ വിമാനങ്ങൾ ഇവരിങ്ങനെ അയച്ചപ്പോൾ ഉക്രൈൻ ഒരു വലിയ വാർത്തയായി തോന്നില്ല. കാരണം 4000 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും ബോംബർ വിമാനം വരുന്നു. അതും തൊട്ടു മുൻപുള്ള ദിവസം ഇതേ രീതിയിലുള്ള ഒരു കാര്യം സംഭവിച്ചു. പക്ഷെ അപ്പോഴൊന്നും പ്രത്യേകിച്ച് ആക്രമണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിമാനങ്ങളുടെ ചലനം അവർ അത്ര കാര്യമായിട്ട് എടുത്തില്ല. നാറ്റോ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ നാറ്റോയുടെ കോർഡിനേറ്റ്സും ഇതിനെ വലിയ കാര്യമാക്കി എടുത്തതേയില്ല. എന്നാൽ ഇതിന് ശേഷമാണ് റഷ്യ ഇതിന് പുറകിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായത്. ഏതാണ്ട് 21-ലധികം ക്രൂയിസ് മിസൈൽസ് ഈ ഏഞ്ചൽസ് എയർബേസിൽ നിന്നും 400 കിലോമീറ്റർ അകലെ റഷ്യ ഉക്രൈൻ ബോർഡറിന് വളരെ അടുത്ത് വെച്ച് തന്നെ ഈ മിസൈൽസിനെ ബോംബേഴ്സ് ലോഞ്ച് ചെയ്തു. ഒറ്റ തവണ 4 സ്ട്രാറ്റജിക്കൽ ബോംബേഴ്സ് 20-ലധികം ക്രൂയിസ് മിസൈൽസ് ഫയർ ചെയ്തു. ഇത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യത്തെ തവണയാണ്. ഈ മിസൈൽസ് KH-101 നിന്നും ലോഞ്ച് ആയതിനു ശേഷം 7 അലാറം ഉക്രൈൻ മുഴുവനും നൽകപ്പെടുന്നു. ഉക്രൈനിൽ ഒരു 18 സ്ഥലങ്ങളിലധികമായിരുന്നു ഇമ്പാക്ട് സംഭവിച്ചത്. കീവിൽ 2 സ്ഥലങ്ങളിൽ ഇമ്പാക്ട് സംഭവിച്ചതായി പറയപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള ചില പ്രദേശങ്ങൾ, കാർഖീവിൽ ചില പ്രദേശങ്ങളിൽ, ഡോൺബോസ് റീജിയനിൽ ചില പ്രദേശങ്ങളിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ മോശമായ ഒരു ഇമ്പാക്ട് സംഭവിച്ചത് ബ്ലാക്ക് സീ ഫ്ലീറ്റിൽ നടത്തിയ അറ്റാക്കിലാണ്. ഈ ഒരു അറ്റാക്കിൽ സ്ട്രാറ്റജിക് ബോംബേഴ്സ് നോർത്തേൺ സൈഡ് ഉക്രൈനിൽ, അതായത് നോർത്ത് ഈസ്റ്റേൺ സൈഡ് ഉക്രൈനിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ബ്ലാക്ക് സീ പ്രദേശം മുഴുവനും റഷ്യയുടെ ജെറാനിയൻ ഡ്രോൺസും റഷ്യയുടെ ഇസ്കാന്ദർ മിസൈൽസും അതിൻ്റെ ഹെവിയസ്റ്റ് ഇമ്പാക്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒഡീസ പോർട്ട് ഉക്രൈന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഉക്രൈനിലേക്ക് വരുന്ന ഗ്രെയിൻ ഇമ്പോർട്ട്സ് എക്സ്പോർട്സ് എല്ലാം തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് വരുന്ന ആയുധ സഹായം, ഇങ്ങനെ അവരുടെ ടോട്ടൽ ബ്ലാക്ക് സീ എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ 80% ഈ ഒരു പോർട്ട് വഴിയാണ് നടക്കുന്നത്.
ഈ ഒരു പോർട്ടിൽ ഇതിനകം തന്നെ റഷ്യ ഒരുപാട് സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്, ഒരുപാട് ഇടങ്ങളിൽ ഡാമേജ് ചെയ്തിട്ടുമുണ്ട്. മാത്രവുമല്ല ഈ ഒരു പോർട്ട് ഉക്രൈന് പൂർണ്ണമായും ആക്സസ് ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് റഷ്യ എത്തിച്ചിട്ടുണ്ട്. ഇത് ഉക്രൈൻ ചെയ്ത ഒരു വലിയ തന്ത്രം, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്ത ഒരു വലിയ സ്ട്രാറ്റജി, ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുവരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിന് കീഴിൽ ഒരുപാട് രാജ്യങ്ങളുടെ പക്കൽ നിന്നും ആയുധങ്ങൾ കൊണ്ടുവന്നു. ഭക്ഷണം വാങ്ങുകയാണ്, മരുന്ന് വാങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്ന കണ്ടെയ്നേഴ്സിലൂടെ വെപ്പൺസ് കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു കൺസൈൻമെന്റ് വരുന്നുവെന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിൽ മാത്രമേ ഭക്ഷണമോ മരുന്നോ കാണുകയുള്ളൂ. ബാക്കിയുള്ള അത്രയും കണ്ടെയ്നേഴ്സിലും വെപ്പൺസ് കൊണ്ടുവരും, ബ്ലാക്ക് മാർക്കറ്റിൽ വാങ്ങിയ വെപ്പൺസ് കൊണ്ടുവരിക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. ഇതിനകം ഇതിനെക്കുറിച്ച് റഷ്യ ഒരുപാടിടങ്ങളിൽ പറഞ്ഞെങ്കിൽ പോലും തെളിവുകളൊന്നും റഷ്യക്ക് കാണിക്കാൻ സാധിച്ചില്ല, പൂർണ്ണമായി തെളിയിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ ഭക്ഷണ വസ്തുക്കളുമായി ചേർത്ത് ആയുധങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ആയുധങ്ങൾ എടുത്തുകൊണ്ടുവരുന്നതിന് ഇങ്ങനെ ഒരു തന്ത്രമാണ് ഉക്രൈൻ ഫോളോ ചെയ്യുന്നത് എന്ന് പലതവണ ഉക്രൈൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഉക്രൈൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയം കൃത്യം ആ കപ്പലിൽ നിന്നും ഇറക്കി വച്ചിരിക്കുന്ന ആ ഒരു കണ്ടെയ്നേഴ്സിൽ റഷ്യ അവരുടെ ഡ്രോൺ സ്ട്രൈക്ക് നടത്തി. 35 ഡ്രോൺസ് ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട്. 4-ലധികം ഇസ്കാന്ദർ മിസൈൽസ് ഈ ഒറ്റ പ്രദേശത്തേക്ക് പോയി. അവർ സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ സ്ട്രൈക്ക് നടത്തി. ഇതിൽ കുറഞ്ഞത് 70 മുതൽ 80 കണ്ടെയ്നർ ഓൺ ദ സ്പോട്ടിൽ തന്നെ പൊട്ടിത്തെറിച്ചതായും പറയുന്നു. അതിലെ ചില ഫുട്ടേജസും അവൈലബിൾ ആണ്. ഇപ്പോൾ ഉക്രൈൻ്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നോക്കിയാൽ റഷ്യ ഞങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്ന ധാന്യങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം നടത്തിയത്. റഷ്യ ഉക്രൈനിലേക്ക് വരുന്ന ഭക്ഷണ വസ്തുക്കൾ പോലും ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയാത്ത തരത്തിൽ ബ്ലാക്ക് സീ ഫ്ലീറ്റിൽ അത്ര വലിയ ആക്രമണങ്ങൾ നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വിഷ്വൽസ് നോക്കുകയാണെങ്കിൽ ഈ കത്തിക്കരിയുന്നതൊക്കെ ധാന്യം പോലെ തോന്നുന്നില്ല. കാരണം ഏതൊരു ധാന്യത്തിനും സെക്കൻഡറി എക്സ്പ്ലോഷൻ സംഭവിക്കില്ല, മിസൈൽ സ്ട്രൈക്കൊക്കെ സംഭവിക്കും. ഭക്ഷണ വസ്തുക്കൾ ഇത്രയും മോശമായ തീയൊന്നും അവിടെ സൃഷ്ടിക്കില്ല. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം, അവിടെ ഒരു ഓയിൽ ഗോഡൗൺ ഉണ്ടാകാം, അല്ലെങ്കിൽ സെക്കൻഡറി എക്സ്പ്ലോഷൻ സംഭവിക്കുന്ന രീതിയിൽ എക്സ്പ്ലോസീവ് ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ വളരെ ഹൈലി ഫ്ലെയിമബിൾ സബ്സ്റ്റൻസ് എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നിരിക്കാം എന്നൊക്കെ. 70 കണ്ടെയ്നേഴ്സിലധികം അവിടെ വെപ്പൺസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം ചില ദിവസങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അത്ര വലിയ സഹായം നൽകുമെന്ന് ഒരു പ്രഖ്യാപനം നൽകിയിരുന്നു. ഇതിനകം പോളണ്ടിൽ നിന്നും സഹായം വരുന്ന വഴി റഷ്യ 5 ദിവസത്തിന് മുൻപ് തന്നെ ആക്രമിച്ചിട്ടുണ്ട്. കാരണം അതായിരുന്നു വലിയൊരു റൂട്ട്, നേരെ പോളണ്ടിൽ നിന്നും കീവിലേക്ക് വരുന്ന റൂട്ട്. അതിനെ പൂർണ്ണമായും റഷ്യ നശിപ്പിച്ചു. 3-ലധികം മെയിൻ ബ്രിഡ്ജസിനെയും നശിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉക്രൈൻ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റൂട്ട് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കപ്പൽ വഴി അവർ ഉപയോഗിച്ചിട്ടുണ്ടാകാം. കരിങ്കടൽ മേഖല ഉപയോഗിച്ച് ഉക്രൈനിലേക്ക് സഹായം നൽകുകയും അത് അവിടെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. മാത്രമല്ല ഇങ്ങനെ സഹായം കൂടുതൽ വരികയാണെങ്കിൽ ഇത് ഞങ്ങൾ ആക്ട് ഓഫ് വാറായി കൺസിഡർ ചെയ്യും. നിങ്ങൾ എത്ര വേണമെങ്കിലും ഡിഫൻസ് എക്യുപ്മെന്റ്സ് നൽകുക, അത് ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. എന്നാൽ റഷ്യയ്ക്കുള്ളിൽ അതൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉക്രൈനെ ടൂളായി ഉപയോഗിച്ച് ആരെല്ലാമാണോ റഷ്യയിൽ സ്ട്രൈക്ക് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നതിന്, അതിനുവേണ്ടി ആരെല്ലാമാണോ സഹായം ചെയ്യുന്നത്, ആയുധങ്ങൾ നൽകുന്നത്, അതെല്ലാം ആക്ട് ഓഫ് വാറായി തന്നെ കൺസിഡർ ചെയ്യുമെന്ന് റഷ്യയുടെ ദിമിട്രി മെദ്വദേവ് ഒരു മുന്നറിയിപ്പ് നൽകി. അപ്പോൾ റഷ്യയുടെ ലോജിക് നോക്കുമ്പോൾ നിങ്ങൾക്ക് വൺ സൈഡഡായി തോന്നാം. നിങ്ങൾക്ക് ഉക്രൈനെ ആക്രമിക്കാം, പക്ഷെ ഉക്രൈൻ തിരിച്ചാക്രമിക്കാൻ പാടില്ല എന്നൊരുപാട് പേർ ചോദ്യം ചോദിക്കാം. ഇത് 2 രാജ്യങ്ങൾ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കതൊരു പ്രശ്നമേ അല്ല. എന്നാൽ ഉക്രൈൻ എന്നത് ഒറ്റ രാജ്യമേ അല്ല. ഇവിടെ ഉക്രൈൻ ഒറ്റയ്ക്ക് നിൽക്കുന്നേയില്ല. ഉക്രൈന് പുറകിൽ ഒരു 40-50 രാജ്യങ്ങളുണ്ട്. ഉക്രൈനിൽ ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അത് എല്ലാ രാജ്യങ്ങളുടെയും സൈന്യത്തിലും പ്രതിഫലിക്കും. അത്രയേറെ സൈന്യം ഉക്രൈന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ ഒരു യുദ്ധം സംഭവിച്ചാൽ, പ്രശ്നം ഉണ്ടായാൽ അവർ ഏത് രീതിയിലുള്ള മാനസികാവസ്ഥയിലായിരിക്കും, ഏത് തരത്തിലുള്ള പ്രോസസ്സിംഗ് എല്ലാമാണോ ചെയ്യുന്നത്, അത് തന്നെയാണ് ഉക്രൈന് വേണ്ടിയും അവർ ചെയ്യുന്നത്. 24 മണിക്കൂറും ഈ രാജ്യങ്ങളുടെ സാറ്റലൈറ്റ്സ് ഉക്രൈന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂറും ഈ രാജ്യങ്ങളുടെ ഇന്റൽ യൂണിറ്റ്സ്, അതായത് ഉക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ ഇന്റൽ യൂണിറ്റ്സ് ഉക്രൈന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂറും ഉക്രൈൻ ആയുധങ്ങൾ നൽകേണ്ട ആവശ്യകതയ്ക്ക് വേണ്ടി ഇവരുടെ ആയുധശാലകളെല്ലാം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സ്റ്റോക്ക് പൈൽസിലുള്ള ആയുധങ്ങളെല്ലാം ഉക്രൈൻ നൽകുന്നുണ്ട്. ഇത് അപ്പോൾ ഉക്രൈൻ്റെ യുദ്ധം മാത്രമല്ല, അത്രയേറെ രാജ്യങ്ങളും ചേർന്ന് ഉക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ പിന്നിലൂടെ വഴി നടത്തുന്ന ഒരു യുദ്ധമാണ്. അപ്പോൾ ഉക്രൈൻ വേഴ്സസ് റഷ്യ എന്ന കോൺസെപ്റ്റിൽ യുദ്ധം വരില്ല. നാറ്റോ വേഴ്സസ് റഷ്യ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ വേഴ്സസ് റഷ്യ, ഈ ഒരു യുദ്ധമായിട്ടായിരിക്കും ഇത് ചരിത്രത്തിൽ അറിയപ്പെടുക. അപ്പോൾ ഇതൊരു വെറും റഷ്യ ഉക്രൈൻ യുദ്ധമായിരിക്കില്ല. ഇത്രയേറെ രാജ്യങ്ങളുണ്ട്, ഇതിന് പിന്നിൽ ഇത്രയേറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ നിങ്ങൾ പുറമേ കാണുമ്പോൾ ന്യൂസിൽ ഇതൊന്നും സംസാരിക്കാറേയില്ല. ആയുധങ്ങൾ വെച്ച് ആക്രമിക്കുന്നു, ഉക്രൈൻ സ്ട്രൈക്ക് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ മാത്രമേ വാർത്ത വരികയുള്ളൂ. റഷ്യയുടെ ഫൈറ്റർ ജെറ്റ്സിനെ വെടിവെച്ച് വീഴ്ത്തി, അല്ലെങ്കിൽ റഷ്യയുടെ ഏതെങ്കിലും ഒരു ബേസിൽ ആക്രമണം നടന്നാലോ അതിൻ്റെ കോർഡിനേറ്റ്സ് ആരുടെ പക്കൽ നിന്നാണ് പോയത്, അതിൻ്റെ മിസൈൽ ഓപ്പറേറ്റേഴ്സ് ആരൊക്കെയായിരുന്നു, ഈ വാർത്തകളൊന്നും പുറത്തു വരില്ല.
കാരണം ഈ വാർത്തകൾ വരുന്നത് വെസ്റ്റേൺ മീഡിയാസിലാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.